അപ്പോൾ അഭിനയം എന്താണെന്നാണ് നമ്മൾ ഇന്ന് സംസാരിക്കുന്നത്. അഭിനയം എന്താണ്? അഭിനയം നമുക്ക് ഇഷ്ടമാണ് ഈ സിനിമ കാണാൻ, അല്ലേ? സിനിമ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നമ്മളതിനെ അഭിനയമായി കാണുന്നില്ല, നമ്മൾ അതിൻ്റെ കൂടെ പോവുകയാണ്. ആ സിനിമയിലെ സന്ദർഭങ്ങളുടെ കൂടെ നമ്മളും സഞ്ചരിക്കുകയാണ്. സിനിമ അപൂർവം ചിലർക്ക് അത് അഭിനയമാണ്, ആ അഭിനയത്തിന് ഇന്ന വശങ്ങൾ ശരിയല്ല, ഇന്ന വശങ്ങൾ നന്നായിട്ടുണ്ട് എന്നൊക്കെ ചില ആളുകൾ നിരൂപണം ചെയ്യും. പക്ഷേ മിക്കവരും, ഈ ഞാനടക്കം, നമ്മൾ ഒരു സിനിമ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു നാടകം കണ്ടുകൊണ്ടിരിക്കുമ്പോൾ അതിൻ്റെ കൂടെ, ആ കഥാപാത്രങ്ങളുടെ കൂടെ തന്നെ നമ്മൾ സഞ്ചരിക്കുകയാണ്. നമുക്ക് അതിൽ ചിലപ്പോൾ നായകനോട് അനുകൂലമായ ഭാവം വരാം, ചിലപ്പോൾ വില്ലനോട് അനുകൂലമായ ഭാവം വരാം. ഇങ്ങനെ നമുക്ക് ഇഷ്ടപ്പെട്ട ഓരോ ആളുടെ സ്വഭാവ പ്രത്യേകതകൾ അനുസരിച്ചിട്ട് ഓരോ കഥാപാത്രങ്ങൾ കൈകാര്യം ചെയ്യുന്ന ആളുകളായിട്ടുള്ള നമുക്ക് അതിനെ കാണുക, കഥാപാത്രങ്ങളായിട്ടാണ് നമുക്കത് കാണാൻ പറ്റുക. ഈ അഭിനയം എന്ന വാക്കിന് എന്താണ് അർത്ഥം? അഭി എന്ന് പറഞ്ഞാൽ ഭയമില്ലാത്തത് എന്നാണ് അർത്ഥം. ഭയമില്ല, അഭി ഭയമില്ലാത്ത അത്. നയം എല്ലാവരും ഒരു നയം വ്യക്തമാക്കുക എന്നൊക്കെ പറയുന്നില്ല. നയം എന്ന് പറഞ്ഞാൽ മറ്റുള്ളവർക്ക് കൂടി സ്വീകാര്യമായ കർമ്മം, പ്രവൃത്തി ചെയ്യാനുള്ള കുശലത, അതാണ് അഭിനയം. ഇത് ലോകത്തിൽ ഒരേ ഒരാൾക്ക് മാത്രമേ സാധിച്ചിട്ടുള്ളൂ, അത് ശ്രീകൃഷ്ണനാണ്. ശ്രീകൃഷ്ണൻ്റെ ലീലകൾ കാണാൻ എല്ലാവർക്കും ഇഷ്ടമാണ്. ആ ശ്രീകൃഷ്ണൻ്റെ കാലഘട്ടത്തിൽ ശ്രീകൃഷ്ണൻ മാത്രമല്ല കുഞ്ഞായിരുന്നത്, അനവധി കുഞ്ഞുങ്ങളുണ്ടായിരുന്നു. പക്ഷേ എല്ലാവർക്കും ഇഷ്ടം ശ്രീകൃഷ്ണൻ്റെ ലീലകൾ കാണാനാണ്, ശ്രീകൃഷ്ണൻ്റെ കളികൾ. ലീലകൾ എന്ന് പറഞ്ഞാൽ കളികൾ, കുസൃതികൾ, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ കാണാം. കുഞ്ഞുങ്ങളാകുമ്പോൾ കുഞ്ഞുങ്ങളെ കുസൃതികൾ കാണാൻ മുതിർന്നവർക്ക് വലിയ ഇഷ്ടമാണ്. ചിലപ്പോൾ ദേഷ്യം വരുമെങ്കിലും ആ കുസൃതികൾ കാണാൻ ഇഷ്ടമാണ് മുതിർന്നവർക്ക്, കുഞ്ഞുങ്ങളുടെ കുസൃതികൾ കാണാൻ. ആ ജനിച്ച നാൾ മുതൽ, ജനിക്കുന്നതിന് മുന്നേ തന്നെ, എനിക്ക് തോന്നുന്നു ജനിക്കുന്നതിന് മുന്നേ തന്നെ തൻ്റെ ലീലകൾ അഭിനയം ആടിത്തുടങ്ങിയ ആളാണ് ശ്രീകൃഷ്ണൻ, ഭഗവാൻ ശ്രീകൃഷ്ണൻ. നമുക്കിഷ്ടപ്പെട്ട, ഇപ്പോൾ അഭിനയം, സിനിമാഭിനയം എന്ന് പറയുന്നുണ്ട്, നാടകാഭിനയം എന്ന് പറയുന്നുണ്ട്. നമുക്ക് ഇഷ്ടപ്പെട്ട നടന്മാരുണ്ട്, നമുക്കിഷ്ടപ്പെട്ട നടിമാരുണ്ട്, നമുക്കിഷ്ടപ്പെട്ട ഈ കഥകളി, മറ്റുള്ള കലകളുണ്ടല്ലോ, ആ കലകളിൽ നമുക്കിഷ്ടപ്പെട്ട, അരങ്ങത്ത് നമുക്കിഷ്ടപ്പെട്ട ആളുകളുണ്ട്. ഇഷ്ടപ്പെടാത്ത ആൾ എന്ന് പറയാൻ പറ്റില്ല, കാരണം അവരെക്കാൾ ഇഷ്ടം ഇവരെയാണ് എന്നാണ് പൊതുവെ പറയുക. അപ്പോൾ അഭിനയം കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? അഭിനയം എന്ന് വെച്ചാൽ മറ്റുള്ളവർക്ക് കൂടി സമ്മതപ്രദമായ കാര്യനിർവഹണത്തിനുള്ള കുശലത, കൗശലമുള്ള ആളായിരിക്കണം ഈ വ്യക്തി. കൗശലമുള്ള ഏതൊരാളും അവരുടെ നയങ്ങൾ, അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് എന്ന് പറഞ്ഞാൽ ലോകത്തിനാണ് പറയുന്നത്, ലോകത്തിന് നന്മ വരാനുള്ള പ്രവൃത്തികൾ ചെയ്യാൻ ഈ കുശലത ഉള്ള ആളുകൾക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ. അത് ഭഗവാൻ ശ്രീകൃഷ്ണന് വേണ്ടുവോളം ഉള്ളതിനാൽ അദ്ദേഹം ജീവിതത്തിൽ ഉടനീളം ആ കുശലത കൊണ്ടാണ് നടന്നത്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ കുശലത കാരണം ചില ദുഷ്ടപ്രവൃത്തികൾ നടക്കാത്ത ആളുകൾക്ക് ഈ ശ്രീകൃഷ്ണൻ കുശാഗ്ര ബുദ്ധിക്കാരനാണ് എന്നാണ് പറയുക. അതായത് ശ്രീകൃഷ്ണൻ്റെ ഈ കൗശലതയെ അവർ ഇഷ്ടപ്പെട്ടിരുന്നില്ല എന്നർത്ഥം. അപ്പോൾ എല്ലാവർക്കും നമസ്തേ.